ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊന്നും ഇനി വർക്കൗട്ട് ആവില്ല. അപ്പോ നീ ആയിരുന്നല്ലേ ഇതിന്റെ പിന്നിൽ? ഞാനല്ല വലിയ മാവ. ദൈവമേ, അവന്റെ കഥ തീർത്ത് എല്ലാം എനിക്ക് അനുകൂലാക്കി തരണേ. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ, ഇതിന്റെയൊക്കെ ഗൗരവം അറിയാതെ അവൾ ചെയ്തതായിരിക്കും. നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? അവള് കാര്യങ്ങൾ ഇതുവരെ കൊണ്ട് എത്തിച്ചില്ലേ? അവൾ ഇങ്ങോട്ടൊന്ന് വരട്ടെ, അവളെ ഞാൻ അടിച്ചു പുറത്താക്കും. അവനെ ഉപേക്ഷിച്ച് വന്ന അവളെ ഇതിനകത്ത് പോലും കയറ്റരുത്. അതാ എന്റെ ആഗ്രഹം. അയ്യോ, രാജുവിന് എന്ത് പറ്റി? ഇതെന്താ? നിനക്ക് എന്താ പറ്റിയത്? ചോദിച്ചു കേട്ടില്ലേ? നിനക്ക് എന്താ പറ്റിയതെന്ന്? രാജുവിന് നീ ഇനി മിണ്ടരുത്. നീ മിണ്ടിപ്പോയി എന്റെ സ്വഭാവം മാറും. നിന്റെ കേസ് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. നിനക്കെന്താ പറ്റിയേ? എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാ സാർ. ആക്സിഡന്റോ? എങ്ങനെ? അത് ബൈക്കൊന്ന് സ്കിഡായി. എന്നിട്ട് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. ചെറിയ മുറിവൊക്കെ ഉള്ളു. എങ്ങനെ വണ്ടി ഇടിക്കാതിരിക്കും? വീട്ടില് സ്വസ്ഥതയും സമാധാനവും ഒക്കെ വേണ്ടേ? ഇവിടത്തെ സ്വൈരക്കേട് ചിന്തിച്ച് വണ്ടി ഓടിച്ചാ വണ്ടി ഇടിക്കാതിരിക്കോ? നിനക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇവളെ കാരണക്കാരി, ഇവള് മാത്രം. അയ്യോ സാർ, ഒരു കാര്യം ചെയ്യുമോളെ, രാജുവിനെ കൊണ്ടുപോയി അകത്ത് കിടത്ത്. നിക്ക്. അകത്തേക്ക് ഇവൾ കയറണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെന്താ? ഇത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് നിനക്കറിയാവോ? ചോദിച്ചു കേട്ടില്ലേ? ഇതെന്താണെന്ന്? ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. അതിലിട്ടിരിക്കുന്ന ഒപ്പേ അവളുടേതല്ലേന്ന് ചോദിക്കു പ്രതാപ. ഇതിലെ സിഗ്നേച്ചർ നിന്റെ ആണോ? സിഗ്നേച്ചർ എന്റേതുപോലെ തന്നെയാ. പക്ഷെ ഇതില് സൈൻ ചെയ്തത് ഞാനല്ല. നീ ഇതിൽ സൈൻ ചെയ്തോ? ഇത് നിന്റെ ഒപ്പല്ലേ? ഞാൻ ഒപ്പിട്ടില്ല സാർ. സാറിന് എന്റെ ഒപ്പം അറിയാലോ. ആ ഒപ്പ് എന്റേതാണെന്നൊന്ന് സാറ് നോക്കിയേ.
ശരിയാ. ഇത് നിന്റെ ഒപ്പം മറ്റാരോ ഇട്ടതാ. അത് കൃത്യമായിട്ട് അറിയാം. ഡിഫറൻസ് ഉണ്ട്. ഇത് ഒപ്പിച്ചവര് ഋതികയോടൊപ്പ് കൃത്യമായിട്ട് കോപ്പി ചെയ്തു. പക്ഷേ എന്റേത് മാത്രം ഒത്തില്ല. അല്ല, എന്തിനാ എല്ലാവരും എന്നെ നോക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എങ്ങനെ പോവാൻ വരട്ടെ? അവിടെ നിക്ക്. കഥയുടെ ക്ലൈമാക്സ് ആയിട്ട് പോവാം. അവിടെ നിക്ക്. അച്ഛാ, ആ പേപ്പറും തന്നെ. ഈ പരിപാടി ഇവൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്നെ രാജുവിനെ തമ്മിൽ എങ്ങനെ അകറ്റാനും അച്ഛനെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനുമുള്ള വെറും ചീപ്പ് ഐഡിയ ഇവന്റെ. അതൊന്നും ഇനി വർക്കൗട്ട് ആവില്ല. അപ്പോ നീ ആയിരുന്നല്ലേ ഇതിന്റെ പിന്നിൽ? ഞാനല്ല വലിയ മാവ. എത്ര കിട്ടിയാലും പഠിക്കാത്ത നാശം പിടിച്ചവൻ. രാജു, വാ നമുക്ക് റൂമിലേക്ക് പോവാം. അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പിണക്കൊണ്ടെന്നറിഞ്ഞു. അച്ഛനല്ലേ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം അവരവരെ തന്നെ തീർക്കണമെന്ന്. ഞങ്ങള് തമ്മില് ഉള്ളി പൊളിക്കും പോലത്തെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി.